വെൽക്കം ബാക്ക് ടു പ്രൈം ഡയറക്ഷൻ. പസിൽസിലെ 5ാമത്തെ വീഡിയോ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പാരലൽ റോസ് എന്നുള്ളതാണ്. അപ്പോൾ പാരലൽ റോസ് എന്നുള്ളതാണെങ്കിൽ ഒന്ന് നോർത്ത് വാർഡ് ഡയറക്ഷനിലേക്ക് ഫേസ് ചെയ്യുന്നുണ്ടാവും, മറ്റേത് സൗത്ത് വാർഡ് ഡയറക്ഷനിലേക്ക് ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് നോക്കാം. അപ്പം 10% are sitting in 2 parallel rows containing 5 person each. In the first row, PQRST and sitting and all of them are facing south, and the second row JKLMN are sitting and all of them are facing north, but not necessary in order. അപ്പോൾ എന്താണ്, ഈച്ച് മെമ്പർ സിറ്റിംഗ് ഇൻ ദ റോ ഈസ് അനദർ മെമ്പർ ഓഫ് ദ അതർ റോ. ഇതൊക്കെയാണ് നമ്മളെ കണ്ടീഷൻ. ഇവിടം വരെ കണ്ടീഷനാണ് തന്നത് നമുക്ക്. ഇവിടം വരെയാണ് കണ്ടീഷൻ തന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ നോർമൽ എങ്ങനെയാണ് വരയ്ക്കുക? ഇതാ ഇവിടെ എന്താണ് മേലെ ഉള്ളത് എന്താണെന്ന് പറഞ്ഞാൽ PQRST എന്താണ് സൗത്ത് ഡയറക്ഷനിൽ ഫേസ് ചെയ്യുന്നത്. ഇതാ 1 2 3 4 5. അടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ താഴെയുള്ളത് ഏതൊക്കെയാണ് JKLMN നോർത്ത് ഡയറക്ഷനിൽ ഫേസ് ചെയ്യുന്നത്. എല്ലാം എന്താണ് ഒരാളെ മുന്നിൽ വേറെ ഒരാളുണ്ടാവും. ഇവിടെ ഇതിൻ്റെ മുന്നിൽ ഇയാളുണ്ടാവും, ഇതിന് മുന്നിൽ ഇയാളുണ്ടാവും, ഇതിന് മുന്നിൽ ഇയാളുണ്ടാവും. എന്താണ് ഇത് നോർത്തിലേക്ക്, ഇതൊക്കെ നോർത്തിലേക്ക്, ഇതൊക്കെ എന്താണ് സൗത്തിലേക്ക്. അപ്പോൾ എന്താണ് ചിലപ്പോൾ ഇങ്ങനത്തെ ഈ പാരലൽ റോസിൻ്റെ കേസിലൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് 2 3 കേസസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇതാ എല്ലാത്തിലും ഇതാ ഇങ്ങനെ വരച്ചുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ചെറിയൊരു എളുപ്പ വഴിയാണ്. എന്താ ഞാനിത് ഇങ്ങനെ ഒരു വര വരച്ച് നമുക്കെന്താ കാണണ്ടേ 10% ആണ്. അപ്പോൾ 5 എണ്ണം മേലെ 5 എണ്ണം താഴെ. അപ്പോൾ അതാ 1 2 3 4 5. റെഡിയാണോ? 1 2 3 4 5. എന്നിട്ട് താഴേക്ക് ഫേസ് ചെയ്യുന്നത് എന്താ സൗത്തിലേക്ക്, മേലേക്ക് ഫേസ് ചെയ്യുന്നതിനാ നോർത്തിലേക്ക്. റെഡിയായോ? ആകെ എന്താ ചെയ്തതാ ഇങ്ങനെയായിരുന്നു നമ്മളതുള്ളത്. മേലോട്ടേക്ക് ഇതും എങ്ങനെയായിരുന്നു ഉള്ളത്. ഞാനെന്ത് ചെയ്ത് ഈ സാധനത്തിനടുത്ത് നേരെ അവിടെ താഴെ കൊണ്ടുവച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ് ശരിക്കും എന്താണ് ഒരു റോയിൽ ഇരിക്കുന്ന ആൾ ഇതാ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഫേസ് ചെയ്യുന്നതൊക്കെ നമുക്ക് തോന്നും. പക്ഷേ എന്താണ് നമ്മൾ മനസ്സിൽ കരുതേണ്ടത് എന്താ, ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇവനുണ്ട്, അല്ലെങ്കിൽ ഇവൻ്റെ ഓപ്പോസിറ്റാണ് ഇവനുള്ളത് എന്ന് നമുക്ക് മനസ്സിൽ കരുതണം. പക്ഷെ എന്താണ് നമുക്ക് ആൻസർ ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഇതായിരിക്കും എന്താണ് യൂസ്ഫുൾ ആവുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ ഇതാ ഫസ്റ്റ് കേസിൽ നേരത്തെ ഒക്കെ നമ്മൾ കഴിഞ്ഞ പസിലൊക്കെ എന്താണ് രണ്ട് കേസസ് ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത കേസ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വരയും കൂടി വരയ്ക്കണം, 5 വര വരയ്ക്കണം. അത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നേരത്തെ പോലെ എന്താണ് പാരലൽ റോസിന് പോലെ മേലെ 2 വര വരയ്ക്കണം, അവിടെ ഇവിടെ എന്താണ് 5 എണ്ണം വരയ്ക്കണം. അങ്ങനെ എന്താണ് ടൈം കൺസ്യൂമിങ് ആക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ വരച്ച് ചെയ്തത്. അപ്പോൾ എന്താണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന പോലെ തന്നെ എന്താണ് നമുക്ക് ചെയ്തു തുടങ്ങാം. അതിന് മുന്നേ ഏതാണ് ഫസ്റ്റ് റോയിൽ PQRST എന്താണെന്ന് പറഞ്ഞാൽ സിറ്റിംഗ് എറോ ആൻഡ് ഫേസിങ് സൗത്ത്. അങ്ങനെയാണെങ്കിൽ അതെവിടെ വരിക, താഴെയുള്ള റോയിലല്ലേ വരിക. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിലപ്പെടുത്തുക. PQRST എന്നുള്ളത് ഇവിടെ വരും. മേലെ ഏതാന്ന് പറഞ്ഞാൽ JKLMN. എന്താ സംഭവം ചെയ്തെന്താ, JKLMN എന്താണെന്ന് പറയുന്നത് നോർത്തിലേക്ക്. അപ്പം നോർത്ത് ഭാഗത്തുള്ളതിനെ അവിടെ എഴുതി, സൗത്ത് ഭാഗത്തുള്ളതിനെ ഇവിടെ എഴുതി. അത്രേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും നമ്മൾ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. ഇനി എന്താണ് ബാക്കി ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ the one who is an immediate neighbor of S is facing M എന്നാണ് പറയുന്നത്. എസിൻ്റെ നൈബർ ഉള്ളത് എമ്മിനെ ഫേസ് ചെയ്യുന്നത്. അതെങ്ങനെ എഴുതുക? എസിൻ്റെ നൈബറാണ് എം എന്നാണെങ്കിൽ എങ്ങനെയൊക്കെ എഴുതുക? നമ്മളിതാ എസ് ഇവിടെ 2 ഡോട്ടിട്ട് എം എന്നൊക്കെ ഇനി എഴുതൽ. ചിലപ്പോൾ ഇതാ എമ്മിന് ഇപ്പുറത്ത് വരാം, എസ് അപ്പുറത്ത് വരാമെന്നൊക്കെ പറയലുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് അങ്ങനെയാണ് എഴുതൽ. ഇപ്പോൾ എസിൻ്റെ നൈബറായിട്ട് ഇപ്പോൾ തൽക്കാലം ഒരാളുണ്ട്. ഞാനിതാ ഇങ്ങനെ ഒരു വട്ടം ഇട്ട്, അയാൾ എന്തെന്ന് പറയുന്നത് എമ്മിനെ ഫേസ് ചെയ്യുന്നുണ്ട്. ഇതാ ഇങ്ങനെ എഴുതി. ഇതാണ് ഞാൻ എൻ്റെ ഹിൻ്റായിട്ട് എഴുതിയത്. ചിലപ്പോൾ എന്താണ് ചില ആൾക്കാർക്ക് ചെറുപ്പം ഒരു വര, ഈ വട്ടത്തിന് ഒരു വര ഇട്ടാലും മതി. വര എന്ന് പറഞ്ഞാൽ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്, അതാരാന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്താണ് ഞാനിപ്പോൾ ഒരു വട്ടം ഇട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് എം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ എന്താണ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത Q ഡസ് നോട്ട് സിറ്റ് അറ്റ് എക്സ്ട്രീം എൻഡ്. എന്താണ് Q നോട്ട് എൻഡ് എന്ന് ഇവിടെ തന്നെ അങ്ങ് എഴുതി വെച്ചത്. Q എൻഡിലല്ലാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത എന്താണ് L N ഇമീഡിയറ്റ് നൈബറാന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലും എന്നും ഇതാ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എസും എമ്മും എങ്ങനെയാണ് നൈബറാണെന്നെങ്കിൽ നമ്മളെങ്ങനെ ഇതാ പറഞ്ഞിട്ടുണ്ട്. അതാ ഇവിടെ എല്ലും എന്നും ഇമീഡിയറ്റ് നൈബേഴ്സ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താണ് ഓൺലി 1 person സിറ്റ് ബിറ്റ്വീൻ T and R. Tയും ആറിൻ്റെ ഇടയിൽ ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. T1R അതും എഴുതി വെച്ചിട്ടുണ്ട്. ഓൺലി 1 person സിറ്റ് ബിറ്റ്വീൻ T and R. N സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എം എന്നുള്ളത്. അതെങ്ങനെ ഇതാ N സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എം. എന്താ നേരത്തെ പോലെ എന്താണ് വട്ടർ ഉണ്ട് ആവശ്യമൊന്നുമില്ല, കാരണം ഇത് ബൈ ഡയറക്ഷണൽ പസിലല്ല. അപ്പോൾ L സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എം.
പിന്നെ എന്താണ് ജെ ഇമീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എൻ, അതും കൂടി എഴുതുക. എൻ ഇവിടെ ഉണ്ട്, അങ്ങനെ ജെ ഇവിടെ വരിക, ഇതാ ജെ ഇവിടെ വന്നിട്ടുണ്ട്. ജെ ഇമീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എൻ. കെ സിറ്റ് അറ്റ് ദ എക്സ്ട്രീം എൻഡ്. കെ എന്താണെന്ന് പറഞ്ഞത്, ഇതിലത്തെ കെ എൻ്റെ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എവിടെ നിന്ന് എഴുതി തുടങ്ങുന്നില്ല, എങ്ങനെയാണ് ഫുള്ള് ഹിൻറ്റുകളൊക്കെ എഴുതി വെച്ചിട്ടാണ് നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് നോക്കുന്നത്. ഇപ്പോൾ കെ എന്താണെന്ന് പറഞ്ഞാൽ എൻഡിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത 6 ഫേസസ് ഇമീഡിയറ്റ് നൈബർ ഓഫ് ജെ. ഇവിടെ ഇതുപോലെ തന്നെ ഇമീഡിയറ്റ് നൈബർ ഓഫ് ജെയിൻ്റെ ആരാണോ അയാൾ ആരാന്ന് പറഞ്ഞാൽ 6 ഫേസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് 6 ഫേസ് ഇമീഡിയറ്റ് നൈബർ ഓഫ് എസ് എക്സ്ട്രീം എൻഡ്. ഇവിടെ എസ് എന്താണെന്ന് പറഞ്ഞാൽ എസ് എൻഡിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന്. നോക്കുക, ഇവിടെ ജെയും എന്നും ഒരു ഗ്യാപ്പ് ഒരു എമ്മും ഉണ്ട്. അത് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഞാൻ തൽക്കാലം എന്താണ് ജെയിൻ എന്താ ഞാൻ ഇവിടെ തുടങ്ങി, ജെ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ എൻ ഇവിടെ ഉണ്ട്. അടുത്ത എന്താണ് എം ഇവിടെ വരും. പിന്നെ എന്താണ് കെ എന്താന്ന് പറഞ്ഞിട്ട് കെ ഇവിടെ വരും. അപ്പോൾ എന്താ ചെയ്തത്, ഇതിനെ ഞാനിതാ ഇവിടെ നേരെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താണ് കെ എൻഡ് എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഇവിടെ എന്തായാലും ഫില്ല് ആയതിനെ കൊണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഏതാ ജെ കെ എൽ, എല്ലിനെ ഇവിടെയും എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി അതല്ല, രണ്ടാമത്തെ കേസിൽ എങ്ങനെയാണ് 1 2 3 4 5. നേരത്തെ ഒരു കേസ് 1 ആണ്. ഞാൻ എന്താണ് ജെയിനെ സപ്പോസ് ഇവിടെ എഴുതി വെച്ച്, ഞാനെന്താ ജെയിൻ ഇവിടേക്ക് എഴുതി വെച്ച്, ജെ ഇവിടെ ഉണ്ട്, എൻ ഇവിടെ ഉണ്ട്, എം ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കെ എവിടെ വരിക, കെ ഇവിടെ വരിക, എൽ ഇവിടെ വരിക. അപ്പം എന്തായി 2 കേസായി നമുക്ക്. നമ്മൾ ആകെ ഏതൊക്കെയാണ് നോക്കിയത്, ഈ സ്റ്റേറ്റ്മെൻറ്റും പിന്നെ എന്താണ് ഈ കെ എൻഡിലാന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. അത് വെച്ചത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 2 നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തായി നമുക്കെന്താണ് ക്രോസ് ചെയ്യാം. ഇനി എന്താണ്, ഇനി ബാക്കിയുള്ളത് നോക്കാം. ബാക്കിയുള്ളത് നോക്കുകയാണെങ്കിൽ എല്ലിൻ്റെ അടുത്ത് എൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലിൻ്റെ അടുത്ത് എൻ ഉണ്ട്, എല്ലിൻ്റെ അടുത്ത് എൻ ഉണ്ട്. ഇതും എന്തായി ഫില്ലായിട്ടുണ്ട്. പിന്നെന്താണ് T1 6 എന്നൊക്കെയാണുള്ളത്. അപ്പോൾ 6നെ കണക്ട് ചെയ്യണം. അപ്പോൾ ജെയിൻ്റെ നൈബറായിട്ട് 6 ആണെന്ന് പറഞ്ഞു. ജെയിൻ്റെ നൈബറിൻ്റെ ഓപ്പോസിറ്റ് 6 ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ജെയിൻ്റെ നൈബർ ഏതാ എന്നിൻ്റെ ഓപ്പോസിറ്റ് ആരാണ് 6 ആണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ജെയിൻ്റെ നൈബറായിട്ട് എന്നും ഉണ്ട് കെയും ഉണ്ട്. അപ്പോൾ ഇവിടെ എവിടെയൊക്കെ വരാം, 6 ഇവിടെയും വരാൻ ചാൻസ് ഉണ്ട്, 6 ഇവിടെയും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 6 അവിടെ 2 സ്ഥലത്ത് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അവിടെ വെക്കട്ടെ. പിന്നെ എന്താണ് പറഞ്ഞത്, 6 2 സ്ഥലത്ത് വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് ഇവിടെ അവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ള ചെയ്ത് നോക്കുക. T1 6 അങ്ങനെയാണെങ്കിൽ ടി ഇവിടെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് പറഞ്ഞത്, പിന്നെ എസിൻ്റെ നേരെ നൈബർ എമ്മിൻ്റെ ഓപ്പോസിറ്റ് പറഞ്ഞിട്ടുണ്ട്. എസിൻ്റെ നൈബർ എമ്മിൻ്റെ ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എസ് ഇവിടെയും വരാം, എസ് ഇവിടെയും വരാം. പക്ഷേ എന്താണ് ഇവിടെ എസ് എൻഡ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 2 സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് എസ് എവിടെയാണെന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. എസ് ഇവിടെയാണെന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ എസ്സിനെ നമ്മൾ എവിടെയാണെന്ന് മാർക്ക് ചെയ്ത്, ഇവിടെയാണ് മാർക്ക് ചെയ്ത്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുമോ നോക്കണേ. എസിൻ്റെ ഇമീഡിയറ്റ് നൈബർ എമ്മിനെ ഫേസ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ എസ്സിന് ഇവിടെ നമുക്ക് എസിൻ്റെ ഇമീഡിയറ്റ് നൈബറായിട്ട് എമ്മിനെ ഫേസ് ചെയ്യുന്നെങ്കിൽ എസ് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എസ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തായി ഫാൾസ് ആണ്. നമുക്ക് എന്തായി ഇപ്പോൾ തന്നെ നേരത്തെ പോലെ എന്താണ് വേറെയും 2 കേസായിട്ട് നമ്മൾ ചെയ്യേണ്ടി വന്നില്ല. എസ്സിന് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഇതൊക്കെ എന്തായി ക്യാൻസലായിപ്പോയി. അപ്പോൾ ആകെയുള്ള കേസ് ഇതേ ഉള്ളൂ. ഇത് വെച്ചിട്ട് ബാക്കി ഫില്ല് ചെയ്യാൻ പറ്റും നോക്കുക. അപ്പോൾ എസിൻ്റെ ഇമീഡിയറ്റ് നൈബർ എമ്മിനെ ഫേസ് ചെയ്യുന്നുള്ളതാണ് നമ്മളിപ്പോൾ എഴുതിയത്. അടുത്തെന്താണ് ഇതും നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ എന്താണ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. T1 6 എന്നുള്ള ഇതും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് വെച്ചിട്ട് നമ്മൾ ചെയ്യണം. എസിൻ്റെ എന്നാന്ന് പറഞ്ഞിട്ടുണ്ട്, ക്യൂ എൻ്റെ എല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യൂ എന്താണ് ഇവിടെ വരില്ല, ക്യൂ എന്താണ് ഇവിടെ വരുള്ളൂ. ബാക്കി എവിടെ ഏതാണുള്ളത്, പി ഉള്ളത്, PQRST. അപ്പോൾ എന്താണ് ആകെ ചെയ്തത് ഇത്രയേ ഉള്ളൂ. മെയിനായിട്ട് നോക്കേണ്ടത് എന്താ, സൗത്തിൻ്റെ റൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ്, നോർത്തിൻ്റെ റൈറ്റ് എന്ന് പറയുമ്പോൾ അങ്ങോട്ടാണ്. അത് മാത്രമേ നമ്മൾ നോക്കേണ്ടുള്ളൂ. ഈ ക്വസ്റ്റ്യനിൽ നമുക്കത് വേണ്ടി വന്നില്ല, സൗത്തിൻ്റെ റൈറ്റ് ആയിട്ടൊന്നും വേണ്ടി വന്നില്ല. പക്ഷേ എന്താണ് സൗത്തിൻ്റെ റൈറ്റ്, ഇപ്പോൾ ടീൻ്റെ സെക്കൻഡ് ടു ദ റൈറ്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ടീൻ്റെ ഇമീഡിയറ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ എസ് ആയിട്ടല്ല ക്യൂ ആയിട്ടാണ് എടുക്കേണ്ടത്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി. ചിലപ്പോൾ എന്താണ് ഈ പാരലൽ റോസിന് നമ്മൾ ആദ്യം തന്നെ വരയ്ക്കുമ്പോൾ ഈ സൈന് സൗത്ത് നോർത്ത് എന്നുള്ള അങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവില്ല. അതുമാത്രമല്ല എവിടെയാണ് ഏതൊക്കെയാണ് സൗത്തിൽ ഏതൊക്കെയാണ് വരികയെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ PQRST എന്നുള്ള ഈ സൈഡിലോ JK11 എന്നുള്ള ആ സൈഡിലോ എഴുതി വെക്കുക. ബാക്കിയൊക്കെ എന്താണ് ഹിൻ്റ് എടുത്ത് ചെയ്യുക, എന്നിട്ട് അത് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്താണ് ആദ്യത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അതിന് ഓരോ പിന്നെ എന്താണ് സെറ്റായിട്ട് നമുക്കൊരു 5 ക്വസ്റ്റ്യൻസും തരും. അതായിരിക്കും നമുക്ക് എക്സാമിനായിട്ട് ഉണ്ടാകുക. അപ്പോൾ എന്താണ് സിമ്പിളാണ്, കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണെങ്കിലും സിമ്പിളാണ്. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിലിംസ് സാധാരണയായിട്ട് കാണാറുള്ളതാണ്. ചില ആൾക്കാർക്ക് എന്താണ് ടഫാണ്, പക്ഷേ എന്താണ് ടഫ് ആവേണ്ട ആവശ്യമില്ല. എന്താണ് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം.
അടുത്ത ക്വസ്റ്റ്യനിൽ എന്താണ് 12 people എന്ന് പറയുന്നത്. നേരത്തെ എന്തായിരുന്നു 10 ആൾക്കാരായിരുന്നു. ഇപ്പോൾ 12 ആൾക്കാരാണ്. ഇപ്പോൾ 12 ആൾക്കാരിന് ആദ്യം തന്നെ എന്തായി 6 എണ്ണം വരച്ചേക്കുക. 1 2 3 4 5 6. പിന്നെ എന്താ പറയുന്നത് ഗിവൺ അറേഞ്ച് ഈച്ച് മെമ്പർ സീറ്റഡ് ഇൻ എ റോ ഫേസ് അനദർ മെമ്പർ ഇൻ ദ അതർ റോ. റോ 1 എന്താണ് സീറ്റഡ് ആൻഡ് ഓൾ ഓഫ് ദം ഫേസിങ് സൗത്ത്. അപ്പോൾ എന്താണ് ഇതാണ് റോ 1. ഇവിടെ എന്താണ് ABCDE ആണ്. അതെന്താണെന്ന് പറയുന്നത് സൗത്തിലേക്ക്. ഇതൊക്കെ സൗത്താണ്. സൗത്തിലേക്കുള്ള താഴെ ഇതാ, നോർത്തിലേക്കുള്ള മേലെ ഇതാ, അത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് സൗത്ത്, ഫേസിങ് സൗത്ത്. ബാക്കി എന്താണ് ഏതൊക്കെയാണ് റോ 2 I ഉണ്ട്, G ഉണ്ട്, K ഉണ്ട്, L ഉണ്ട്, M ഉണ്ട്, N ഉണ്ട്, ഫേസിങ് നോർത്ത്. അടുത്തെന്താണ് L തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് I. ഓരോന്നായിട്ട് എഴുതിക്കൊണ്ട് നിൽക്കുക. L തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് I. പിന്നെന്താണ് F ഡസ് നോട്ട് ഫേസ് I. ഐൻ്റെ ഓപ്പോസിറ്റ് എന്താണ് F അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് G വൺ ഓഫ് ദ എക്സ്ട്രീം എൻഡ്. അപ്പോൾ എന്താണ് G എൻഡ് അന്ന് ഇവിടെ അങ്ങ് മാർക്ക് ചെയ്തോളാം. G എൻഡ്. 2 people സിറ്റ് ബിറ്റ്വീൻ G ആൻഡ് M. അപ്പോൾ എന്താണ് G എൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല അവരുടെ ജീൻ്റെ എമ്മിൻ്റെ ഇടയിൽ 2 ആൾക്കാർ ഉണ്ടെന്നുണ്ട്. അതും ഞാൻ അവിടെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ് F ഈസ് നോട്ട് എൻ ഇമീഡിയറ്റ് നെയ്ബർ ഓഫ് E. F എന്താണ് ഈ എൻ്റെ നെയ്ബർ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത M ഡസ് നോട്ട് ഫേസ് F. അപ്പോൾ എഫിൻ്റെ ഓപ്പോസിറ്റ് അല്ലാന്ന് ആരാന്ന് പറഞ്ഞിട്ടുണ്ട് M അല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതും അടയാളപ്പെടുത്തി. M ഡസ് നോട്ട് ഫേസ് F. അടുത്തെന്താണ് 2 persons സിറ്റ് ബിറ്റ്വീൻ C ആൻഡ് B. C2B. അടുത്തത് C ഈസ് നോട്ട് എൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് E. C ഈൻ്റെ അടുത്തല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. C ഈസ് നോട്ട് എൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് E. A ഈസ് നോട്ട് എൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് C. A എന്താണ് Cൻ്റെ അല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് L ഓർ I അറ്റ് എക്സ്ട്രീം എൻഡ്. L I എന്താണെന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെയുള്ള നമ്മൾ വേറൊരു കളർ എടുക്കുകയാണ്. L I എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. L I എൻ്റെ അല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. L I ഡസ് നോട്ട് സിറ്റ് അറ്റ് ദ എക്സ്ട്രീം എൻഡ്. അടുത്ത F ഡു നോട്ട് സിറ്റ് അറ്റ് എക്സ്ട്രീം എൻഡ്. F എന്താണെന്ന് പറഞ്ഞാൽ ABCDE. സോറി, ഇവിടെ ഒരു F കൂടി ഇടാൻ മറന്നു പോയതാണ്. അപ്പോൾ F എന്താണെന്ന് പറഞ്ഞാൽ F ഡസ് നോട്ട് അറ്റ് എക്സ്ട്രീം എൻഡ്. ഇതാ ഇവനും എന്താണ് എൻ്റെ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. നേരത്തെ എന്താണ് എൻ്റെ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തതേ ഉള്ളൂ. പിന്നെ എന്താണ് ഈ ഫേസസ് എല്ലിൻ്റെ ഓപ്പോസിറ്റ് ആരാന്ന് പറഞ്ഞ് E ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് A ഡസ് നോട്ട് ഫേസ് N. എൻ്റെ ഓപ്പോസിറ്റ് ആരല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് N അല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് C നോട്ട് എൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് F. C എഫിൻ്റെ അടുത്തല്ല. അപ്പോൾ എന്താണ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലമാണ്. ഓരോന്നായിട്ട് നമ്മൾ എഴുതി വെക്കണം. എന്നിട്ട് അതിൽ എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ് നോർത്ത് എന്നുള്ള വെച്ച് തുടങ്ങാൻ പറ്റുമോ നോക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആയിട്ട് നമുക്കൊന്നും തന്നിട്ടില്ല. പക്ഷേ എന്താണ് നോക്ക്, ഇവിടെ എല്ലിൻ്റെയും ഐൻ്റെയും ഉണ്ട്, ഇവിടെ L2B ഉണ്ട്. അങ്ങനെയാണെങ്കിൽ L എവിടെ വരാൻ ചാൻസ് ഉള്ളൂ? സപ്പോസ് L ഇതാ ഇവിടെ വരികയാണെങ്കിൽ I ഇതാ ഇവിടെ വരും. അങ്ങനെയാണെങ്കിൽ B എവിടെയാണ് വരിക? Bക്ക് വരാൻ പറ്റുമോ? ഇല്ല. നോക്ക്, L ഇവിടെ ഞാനിപ്പോൾ വെച്ച് അങ്ങനെയാണെങ്കിൽ B ഇവിടെ വരും. B ഇവിടെ വരികയാണെങ്കിൽ അടുത്ത I എവിടെ വരണം? സോറി, L ഇവിടെ ആണെങ്കിൽ I എവിടെ വരും? B എവിടെ വരണം? L2B എന്നാ. ഇപ്പോൾ 2 കഴിഞ്ഞിട്ട് ഇവിടെ പിന്നെ വരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ L ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. L എവിടെ വെച്ചാലേ നടക്കുള്ളൂ? നോക്ക്, L ഇതാ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നടക്കുള്ളൂ. സോറി, ഇത് L അല്ല, ഇത് C ആണ്. C2B ആണ്. അപ്പോൾ എന്താണ് നമ്മൾ ബാക്കി വെച്ചിട്ട് ഇത് തന്നെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ എന്താണ് കാര്യം എന്താ പറഞ്ഞാൽ എല്ലും ഐയും വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ എന്താണ് എല്ലും ഐയും എന്താണ് എൻ്റെ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലിനെ ഐനെ എവിടെ വെക്കുക? തൽക്കാലം ഞാനെന്താ എല്ലിനെ ഞാനെന്താ ഇവിടെ വെച്ച്. അങ്ങനെയാണെങ്കിൽ ഐ എവിടെ വരും? ഇവിടെ വരും. കാരണം എന്താ ഇതാ എല്ലിൻ്റെ തേർഡ് ടു ദ റൈറ്റ് ആണ് ഐ. അപ്പോൾ എല്ല് ഇവിടെ വെച്ച് ഐ ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് അത് വെച്ചിട്ട് ബാക്കി ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പോൾ ഐൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഏത് വരില്ല? ഇവിടെ F വരില്ല. പിന്നെ F എവിടെയൊക്കെ വരാത്ത? F എൻഡും വരില്ല. ഇതാ F ഇവിടെയും വരില്ല. പിന്നെ എന്താണ് F ഇതാ ഇവിടെയും വരില്ല. പിന്നെ F വേറെ എവിടെയൊക്കെ വരില്ല എന്ന് പറഞ്ഞ് പിന്നെ F Cൻ്റെയും Eൻ്റെയും നെയ്ബറായിട്ടും വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ C കിട്ടാത്തതിനെ കൊണ്ട് അത് അടയാളപ്പെടുത്തിയില്ല. അപ്പോൾ എന്താണ് F ഇവിടെ 3 സ്ഥലത്ത് വരാൻ ചാൻസ് ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. അടുത്തെന്താണ് ഇത് വേറെ എന്തെങ്കിലും വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. എങ്ങനെയാ? G എൻഡിലാന്ന് പറഞ്ഞിട്ടുണ്ട്. G എൻഡിലാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല G2M എന്നും പറഞ്ഞിട്ടുണ്ട്.
ജി ഇപ്പോൾ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ജി ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ 2m ഇവിടെ വരും. ജി ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ 2m ഇവിടെ വരും. അപ്പോൾ എന്താണ് 2 ചാൻസ് ഉണ്ട്, 2 പോസിബിലിറ്റി ഉണ്ട്. നമ്മളെന്താണ് 2 പോസിബിലിറ്റിയും 2 എണ്ണമായിട്ട് എടുത്ത് ചെയ്യാമെന്ന് വിചാരിക്കുക. തൽക്കാലം ഇപ്പോൾ എഫിനെ നമ്മൾ അടയാളപ്പെടുത്തി ഒന്ന് ഇറേസ് ചെയ്യാം. അപ്പോൾ എന്താണ് 2 പോസിബിലിറ്റി ആയിട്ട് ചെയ്യുക. 1 2 3 4 5 6. നേരത്തെ അതുപോലെ തന്നെ എൽ ഇത് അവിടെ വെച്ചിട്ടുണ്ട്, ഇതാ ഐ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ജീന് ഇതാ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. എം എവിടെയാന്ന് പറഞ്ഞ് G2M. ഇതാ എം ഇതാ ഇവിടെ വരും. ഇവിടെ ജീന് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എം 2 കഴിഞ്ഞിട്ട് എം ഇതാ ഇവിടെ വരും. അപ്പോൾ ഇതുവരെ നമ്മൾ എന്താണ് ഈ സാധനങ്ങൾ നമ്മൾ എന്താണ് ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്താണ് ഐയും എല്ലും എൻ്റെ എല്ലാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. എഫ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഫിൻ്റെ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇനി എങ്ങനെയാണ് ബാക്കിയുള്ള ചെയ്യുക? ഐൻ്റെ ഓപ്പോസിറ്റ് എഫ് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എഫിൻ്റെ ഓപ്പോസിറ്റ് എം. അപ്പോൾ എന്താണ് ഇവിടെ കണ്ടതിനും കൊണ്ട് ഇവിടെ രണ്ടാണത് എഫ് വരില്ല, ഇവിടെയും കൂടി എഫ് വരില്ല എന്ന് നമുക്ക് കിട്ടി. ഇവിടെയും കൂടി എഫ് വരില്ല എന്ന് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ഇവിടെ എന്താണ് ഈ എൻഡിലെല്ലാമെന്നും കിട്ടിയിട്ടുണ്ട്. ഇവിടെയും എൻഡിലെല്ലാമെന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെന്താണെന്ന് പറഞ്ഞാൽ ഐൻ്റെ ഓപ്പോസിറ്റ് എഫ് വരില്ല. അപ്പോൾ ഇവിടെ എവിടെയാണ് ഇവിടെ എഫ് വരാൻ ചാൻസ് ഉള്ളൂ. ഇവിടെയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ എഫ് വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ എഫ് വരാൻ ചാൻസ് ഉള്ളതിലാണ് നമ്മൾ പോയിന്റ് ഇരിക്കുന്നത്. അതുമാത്രമല്ല ഇവിടെ ഒരു കാര്യം നമ്മൾ വിട്ടുപോയി. എല്ലിൻ്റെ ഓപ്പോസിറ്റാണ് ഇ എന്നുള്ളത് നമ്മൾ വിട്ടുപോയതാ. അപ്പോൾ ഈ എവിടെയാണ് മാർക്ക് ചെയ്യുക? നമ്മൾ എല്ലിൻ്റെ ഓപ്പോസിറ്റ് ഐ എങ്കിൽ ഈന് ഇവിടെയല്ലേ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ ഈന് ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ എന്താണ് ഈൻ്റെ അടുത്തല്ല എഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എഫ് എവിടെ വരില്ല? എഫ് ഇവിടെ വരില്ലല്ലോ. എഫ് ഇവിടെ വരില്ല. അങ്ങനെയാണെങ്കിൽ എഫ് ഇവിടെ വരാൻ മാത്രമേ ചാൻസ് ഉള്ളൂ. എഫ് ഇവിടെ വരാൻ മാത്രമേ ചാൻസ് ഉള്ളൂ. അപ്പോൾ എന്തായി ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തായി? ഇത് നമുക്ക് എന്താക്കാം? ക്രോസ് ചെയ്യാലോ. എന്തുകൊണ്ടാണ് ഈൻ്റെ അടുത്ത് എഫ് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈൻ്റെ അടുത്ത് എഫ് വരില്ല. അതുകൊണ്ടായി ആകെ ഇവിടെ വരാൻ മാത്രമേ ചാൻസ് ഉള്ളൂ. ബാക്കി 3 സ്ഥലവും ഈ സ്ഥലത്തു നിന്നാണ് എഫ് വരില്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായി ഈൻ്റെ അടുത്ത് എഫ് വരികയാണെങ്കിൽ ഇതെന്തായി കേസ് ക്രോസ് ആയിപ്പോയി. അപ്പോൾ ആകെ നമ്മളെ കയ്യിലുള്ള ഏതാന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഈ എഫ് എന്ന് മാർക്ക് ചെയ്തൊക്കെ നമ്മൾ എന്താണ് ഇറേസ് ചെയ്യാണ്. കുറച്ച് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, നമ്മളെന്താണ് എഫ് എന്നുള്ളതാണ് ഇത് എഫ് എന്നുള്ളതാണ്, ഇത് ഇ ആണ്. അപ്പോൾ എന്തായി ഇതുവരെ ചെയ്തത് നമുക്ക് ക്രോസ് ചെയ്യാം. അപ്പോൾ ഈ സംഭവം നമ്മൾ എന്താണ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് സിൻ്റെയും എഫിൻ്റെയും ഇടയിലല്ല, ഇത് നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെന്താണ് എഫിൻ്റെ ഓപ്പോസിറ്റ് അല്ല എം എന്ന്, അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ക്രോസ് ചെയ്യാം. പിന്നെന്താണ് അപ്പോൾ ബാക്കിയുള്ള വെച്ച് ചെയ്യാൻ പറ്റും നോക്കുക. എഫ് എൻ്റെ അല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇവിടേക്ക് നോക്കേണ്ട ആവശ്യമില്ല, ബാക്കി ചെയ്താൽ മതി. ബാക്കി എങ്ങനെ ചെയ്യാം? C2B എന്നുള്ളതാണ്. പക്ഷേ സി എന്തായാലും ഇവിടെയും വരില്ല. പിന്നെന്താ പറഞ്ഞത്? സീന് നമുക്ക് എൻഡിൽ വെച്ച് കഴിഞ്ഞാലോ, സീന് എൻഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സി ഇത് എവിടെ ആണെങ്കിൽ 2 കഴിഞ്ഞിട്ട് ബി ഇവിടെ വരാം. ഇനിയിപ്പോൾ സീന് എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ 2 കഴിഞ്ഞിട്ട് ബി ഇത് എവിടെ വരില്ല. അപ്പോൾ എന്താണ് ഞാൻ സീന് ഇവിടെയും വെക്കാൻ പറ്റില്ല. നോക്കണേ, സി എന്താ പറഞ്ഞത്? C2B എന്നുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ നോക്കുന്നത്. C2B എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് നോക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സീൻ ഞാനെന്താ ഇവിടെ വെച്ച് സീനെ ഈ എൻഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ബി എവിടെ വരിക? 2 കഴിഞ്ഞിട്ട് ബി ഇവിടെ വരിക. എന്താണ് പോസിബിളാണ്. കാരണം സീൻ്റെ അടുത്ത് എന്താണ് എഫ് വരില്ല എന്നും ഇ വരില്ല എ വരില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വെക്കുകയാണെങ്കിൽ പോസിബിളാണ്. ഇവിടെ വെക്കുകയാണെങ്കിലോ പോസിബിൾ അല്ല. എന്താ സീൻ്റെ അടുത്ത് എഫ് വരില്ല, ഇവിടെയും സീൻ്റെ അടുത്ത് എഫ് വരില്ല, ഇവിടെ സീൻ്റെ അടുത്ത് ഇയും വരില്ല. അപ്പോൾ സീനിനെ എവിടെ വെക്കാനേ പറ്റുള്ളൂ? സീന് ഇവിടെ വെക്കാനേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ബി എവിടെ വരും? ബീന് ഇവിടെ വെക്കാനേ പറ്റുള്ളൂ. സി എവിടെയാണെങ്കിൽ ബീനെ ഇവിടെ വെക്കാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ സീനെയും ബീനെ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതും പോട്ടെ, സീനെയും ബീനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഏതാണല്ലേ? എയും ഡിയും അല്ലേ? അതിനെ എങ്ങനെയാണ് ഫില്ല് ചെയ്യുക? സീൻ്റെ അടുത്തല്ല എ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സീൻ്റെ അടുത്തല്ല എ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ എവിടെയാണ് വരിക? എ ഇവിടെയാണ് വരിക. അങ്ങനെയാണെങ്കിൽ ഡി എവിടെയാണ് വരിക? ഡി ഇവിടെയാണ് വരിക. അപ്പോൾ എന്തായി താഴത്ത് നമ്മൾ ഏകദേശം ഫില്ല് ചെയ്തിട്ടുണ്ട്. മേലത്ത് നോക്ക്, ബാക്കി ഏതാണല്ലേ? ബാക്കി 2 കൂടിയുണ്ട്. ഏതാ? ഐ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ജിയും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി കെയും ഉണ്ട്, എന്നും ഉണ്ട്. കെയും എന്നും ആണ് നമുക്ക് ഇനി ഫില്ല് ചെയ്യാനുള്ളത്. നോക്ക്, എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് എൻ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ എൻ വരില്ല. അപ്പോൾ എൻ എവിടെ വരിക? ഇവിടെ വരുള്ളൂ. അപ്പോൾ എന്താണ് കെ ഇവിടെയും വരും. അപ്പം നമുക്ക് കിട്ടിയ ഇതാണ്. നമ്മളൊന്ന് മാറ്റി ചെയ്താൽ നോക്കുകയാണെങ്കിൽ പാരൽ റോസിന് നമ്മൾ മാറ്റി ചെയ്താണെങ്കിൽ എന്താണ് എങ്ങനെ വരിക?
1 2 3 4 5 6 എന്നാണുള്ളത്. ഇവിടെ കെ എൽ എം എൻ ഐ ജി, പിന്നെന്താണ് എ ഇ ബി എഫ് ഡി സി. അപ്പോൾ എന്താണ് നോക്കണത്, എന്താണ് ഈ താഴെയുള്ളതൊക്കെ സൗത്തിലേക്കും മേലുള്ളതൊക്കെ എന്താണ് നോർത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നുള്ളതാണ് മെയിൻ പോയിന്റ്. അത് മാത്രമേ നോക്കണ്ടുള്ളൂ. അപ്പോൾ എന്താണ് അതെന്താ നോക്കണമെന്ന് പറഞ്ഞത്, നമ്മളിപ്പോൾ സൗത്തിന് ഈ ഡയറക്ഷൻ ഇടാണ്ടാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ചോദിക്കുക, ഇപ്പോൾ എഫിൻ്റെ ഇമീഡിയറ്റ് അല്ല എഫിൻ്റെ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഈ ഡയറക്ഷൻ എഴുതിയില്ലെങ്കിൽ എഫിൻ്റെ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് വയ്ക്കുമ്പോൾ നമ്മൾ ഈ നീതി വെക്കും. അപ്പോൾ എന്തായി ആൻസർ തെറ്റിപ്പോവും. അപ്പോൾ എന്താകും എഫിൻ്റെ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ സി ആയിരിക്കും. ഈ പാരലൽ റോസ് ടൈപ്പിൽ സാധാരണ വരെയുള്ള ഒരു നോർമൽ അല്ല ഒരു കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്തായിരിക്കും എന്നറിയോ? ഇപ്പോൾ ബീൻ്റെ ഇമീഡിയറ്റ് നൈബേഴ്സിനെ ഫേസ് ചെയ്യുന്നവരാരൊക്കെയാണെന്നൊക്കെ ചോദിക്കുക. ബീൻ്റെ ഇമീഡിയറ്റ് നൈബേഴ്സിനെ ഫേസ് ചെയ്യുന്നവരാരൊക്കെയാണ്? ഇതിലേതൊക്കെയാണ് ഇമീഡിയറ്റ് നൈബേഴ്സ്? ബീൻ്റെ ഇയും എഫും അല്ലേ, അതിനെ ഫേസ് ചെയ്യുന്ന ആരൊക്കെയായിരിക്കും? എല്ലും എന്നും ആയിരിക്കും. അപ്പോൾ ആൻസർ എന്താ വരിക? എല്ലും എന്നും. ബീൻ്റെ ഇമീഡിയറ്റ് നൈബേഴ്സിനെ ഫേസ് ചെയ്യുന്നവരാരൊക്കെയെന്ന്. അപ്പോൾ ബീൻ്റെ ഇമീഡിയറ്റ് നൈബേഴ്സിനെ ഫേസ് ചെയ്യുന്ന എല്ലും എന്നും, അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ എന്താണ് ഞാൻ ഒന്ന് ജസ്റ്റ് പറഞ്ഞതല്ലോ. അപ്പോൾ നമ്മളെന്താണ് ഇപ്പോൾ ആകെ എന്തായി 2 ക്വസ്റ്റ്യന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യനും കൂടി നോക്കുകയാണ്. ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് 3ാമത്തെ ക്വസ്റ്റ്യനാണ്. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് 10 പേരുള്ളതായിരുന്നു നോക്കിയത്, 2ാമത്തെ ക്വസ്റ്റ്യനിൽ 12 പേരുള്ളതായിരുന്നു നോക്കിയത്, 3ാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് 8 പേരുള്ളതാണ്. അപ്പോൾ എന്താണ് ആദ്യത്തേത് 10ഉം പിന്നെ 12ഉം പിന്നെ സിമ്പിൾ ആകുമെന്ന് ചോദിക്കേണ്ട, എന്താണ് ഇതിൽ ചെറിയൊരു വ്യത്യാസം കൂടിയുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഇതാ റോ 1ൽ ABCD ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, റോ 2ൽ PQRST അല്ല എന്താണ് PQRS ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ അത് കൂടാണ്ട് ഒരു പിങ്ക് ബ്ലൂ പർപ്പിൾ വൈറ്റ് ബ്ലാക്ക് റെഡ് ഗ്രീൻ ഓറഞ്ച് എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിനാണ് നമ്മൾ പറയുന്നത് എന്താണ് നമ്മളൊരു ആട്രിബ്യൂട്ടും കൂടി കൊടുത്തതാണ്. അപ്പോൾ അതും കൂടി ചെയ്യുമ്പോൾ കുറച്ചും കൂടി എന്താണ് ലെങ്ത് ആവും ക്വസ്റ്റ്യന്, അല്ലെങ്കിൽ എന്താണ് കുറച്ച് നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ലെങ്ത് ആവും. അതാണ് ഞാൻ അവസാനമായിട്ട് കൊടുത്തത്. അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ പറഞ്ഞത്, നമ്മളിപ്പോൾ ഈ റൈറ്റ് സൈഡിൽ എന്താണ് ഫുൾ ഹിൻറ്റുകൾ എഴുതാൻ വേണ്ടിയിട്ട് അവിടേക്ക് മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ ഇവിടെയാണ് ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. റൈറ്റ് സൈഡിൽ നമ്മൾ വരച്ച് വെക്കുകയാണ്. 8 സ്റ്റുഡൻസിനെ കൊണ്ട് 1 2 3 4 വര വരച്ചിട്ടുണ്ട്. അപ്പോൾ മേലെ നോക്കുകയാണെങ്കിൽ ഏതാ വരിക? സീറ്റണിന് സൗത്ത്. അപ്പോൾ ABCD എന്താണ് താഴെ എന്താണ് ഇതാണ് സൗത്ത് വരിക ABCD. ഇത് താഴെയാണ് സൗത്ത് വരുന്നത് ABCD എന്നുള്ളത്. മേലെ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ PQRS എന്നുള്ളത് മേലോട്ട് ഫേസ് ചെയ്യുന്നതായിരിക്കും. ഇനി ബാക്കിയുള്ളത് നമ്മൾ ഓരോന്ന് എടുത്തിട്ട് ചെയ്യുകയാണ്. C സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് പർപ്പിൾ, അപ്പോൾ ഏതാണ് പർപ്പിൾ ഏതാണ് ഓറഞ്ച് ഏതാണ് ഏത് സൈഡിലാണ് വരുന്നത് നമുക്ക് പറഞ്ഞിട്ടില്ല. ആകെ എന്താണ് PQRS മേലെയാണെന്ന് ABCD താഴെയാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഏതാണ് കളർ മേലെ വരുന്നത് ഏതാണ് താഴെ വരുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ എന്താണ് അറിയില്ല. നമ്മൾ എന്താണ് ഓരോന്ന് സോൾവ് ചെയ്താലേ കിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ C സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് പർപ്പിൾ എന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താണ് ദ വൺ ഹൂ ലൈക്ക് ഗ്രീൻ കളർ ഫേസ് നോർത്ത്. അപ്പോൾ എന്താണ് മേലുള്ളത് ഗ്രീനാണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ ഗ്രീൻ എന്ന് കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഗ്രീൻ എഴുതി വെക്കുക തൽക്കാലം. പിന്നെന്താണ് ദ വണ്ണുവിലേക്ക് ഗ്രീൻ ഫേസ് നോർത്ത്, ദ വണ്ണുവിലേക്ക് ഓറഞ്ച് സിറ്റ് ബിറ്റ്വീൻ P and R. നോക്കണേ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഇതിന് മുന്നത്തെ ഫസ്റ്റ് പാസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1 person സിറ്റ് ബിറ്റ്വീൻ 2 persons എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവർ 3 പേരെന്താണ് അടുത്തടുത്തിരിക്കുന്ന ആൾക്കാരായിരിക്കും. അതാണ് മെയിൻ കാര്യം. അപ്പോൾ എന്താണ് അതെങ്ങനെയാണ് നമ്മൾ അടയാളപ്പെടുത്താതാ P പിന്നെന്താണ് ഓറഞ്ച് പിന്നെന്താണ് R, ഇങ്ങനെയാണ് അടയാളപ്പെടുത്തുക. ചിലപ്പോൾ എന്തായിരിക്കും R ഇവിടെ ലെഫ്റ്റ് സൈഡിലായിരിക്കാം, ഓറഞ്ച് അത് കഴിഞ്ഞിട്ട് P ആയിരിക്കാം, അല്ലെങ്കിൽ P ലെഫ്റ്റ് സൈഡ് ഓറഞ്ച് R ആയിരിക്കാം. എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അടുത്തെന്താണ് D ആൻഡ് ദ വൺ ഹൂ ലൈക്ക് ഗ്രീൻ ഡു നോട്ട് സിറ്റ് അറ്റ് ദ എക്സ്ട്രീമെൻറ്റ്. D എന്താണ് DO എന്താണ്, പിന്നെ അത് മാത്രമല്ല ആരാന്ന് പറഞ്ഞാൽ D ആൻഡ് ദ വൺ ഗ്രീന് എൻഡിൽ D ആൻഡ് ഗ്രീന് നോട്ട് അറ്റ് എൻഡ് അല്ലാന്ന്, ഡിയും ഗ്രീനും എൻഡ് അല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്ട്രീമെൻറ്റ് C ഡസ് നോട്ട് ലൈക്ക് റെഡ്, C എന്താണെന്ന് പറഞ്ഞാൽ C റെഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടി അടയാളപ്പെടുത്തുക. C ഇവിടെ റെഡ് അല്ല എന്നതാ, സീൻ്റെ മേലെ C ആണ് ഇത് ഇവിടെ, അത് റെഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ്
എ ലൈക്ക് പർപ്പിൾ ആൻഡ് സിറ്റ് ഓപ്പോസിറ്റ് ദ വൺ ഹൂ സിറ്റ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് വൺ പി. എ ലൈക്ക് പർപ്പിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അത് ആരെ ഓപ്പോസിറ്റാണ് ഇരിക്കുന്നത്? ദ വൺ ഹൂ സിറ്റ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് പീൻ്റെ സെക്കൻഡ് ടു ദ ലെഫ്റ്റിൽ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആരിയിരിക്കുന്നത്? എ പർപ്പിൾ. എന്താണ് ഈ ആളുടെ നേരെ ഉള്ളത് പർപ്പിളിൻ്റെ നേരെ മേലെ ഇത് അത്രയും ഞാൻ ചെയ്തുള്ളൂ. എൻ്റെ പർപ്പിളാണ്. ഇപ്പോൾ ബി എന്നുള്ള ഓറഞ്ച് ആണെങ്കിൽ ബീൻ്റെ നേരെ മേലെ ഓറഞ്ച് എന്ന് ചെയ്തേനും. അപ്പോൾ അതാണ് ഞാൻ ചെയ്തത്. എന്താണ് പീൻ്റെ ഇമീഡിയറ്റ് സെക്കൻഡ് ടു ദ ലെഫ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ആരാണ്? എ പർപ്പിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ ലൈക്ക് പർപ്പിൾ ആൻഡ് സിറ്റ് ഓപ്പോസിറ്റ് ദ വൺ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് പി. ദ വൺ ഹൂ ലൈക്ക് ബ്ലാക്ക് സിറ്റ് സെയിം റോ വിത്ത് ദ വൺ ഹൂ ലൈക്ക് ബ്ലൂ. എന്താണ് ബ്ലാക്കും ബ്ലൂ എന്താണെന്ന് പറഞ്ഞാൽ സെയിം റോ ആണ്. ഇപ്പോൾ ബ്ലാക്ക് ഇപ്പോൾ താഴെയാണെങ്കിൽ ബ്ലൂ എന്തായിരിക്കും? താഴെയായിരിക്കും. എന്താ ബ്ലാക്ക് ഇപ്പോൾ മേലെ ആണെങ്കിൽ ബ്ലൂ മേലെ ആയിരിക്കും. ദ വൺ ഹൂ ലൈക്ക് റെഡ് കളർ ഡസ് നോട്ട് സിറ്റ് അറ്റ് ദ എക്സ്ട്രീം എൻഡ്. ഇപ്പോൾ റെഡ് എന്താണെന്ന് പറഞ്ഞ് റെഡും എൻഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാ ഇവിടെ ഇതും കൂടി എഴുതി വെക്കുക. റെഡും ഗ്രീനും ഡിയും എന്താണ്? എൻഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തെന്താണ്? പി എക്സ്ട്രീം എൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കണേ, പി എന്നുള്ളത് എൻഡാന്ന് ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി. പി എക്സ്ട്രീം എൻഡ്. പിന്നെ എന്താണ്? എസ് ലൈക്ക് പിങ്ക് ആൻഡ് ഡസ് നോട്ട് ഓപ്പോസിറ്റ് ടു ബ്ലൂ. എസ് പിങ്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ അടയാളപ്പെടുത്തുക? എസ് ലൈക്ക് പിങ്ക് ആൻഡ് ഡസ് നോട്ട് ഓപ്പോസിറ്റ് ബ്ലൂ. അപ്പോൾ എന്താണ്? ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റ് അല്ല എന്ന് പറഞ്ഞത്. ഇതും എന്താ എഴുതിയ? ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റ് ആണെന്നാണ്. അപ്പോൾ എന്താണ്? എസ് പിങ്ക് എന്നുള്ളത് ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റ് അല്ല എന്ന് ഞാൻ എന്താണ് ഒരു ക്രോസ് ഇട്ട് വെച്ച് വേറെ ഒന്നും ചെയ്തില്ല. പിന്നെ എന്താണ്? പി ബ്ലൂ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ബ്ലൂ എന്നുള്ളത് ആരാണെന്ന് പറഞ്ഞ് പി ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എഴുതിയ കറക്റ്റ് അതേ സ്ഥലത്ത് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? പി ബ്ലൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് എസ് പിങ്ക് അല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യണം. നമുക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതിൽ നിന്ന് എവിടെ നിന്ന് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് നമുക്ക് അറിയില്ല. അപ്പോൾ എവിടെ നിന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുക? നോക്കുകയാണെങ്കിൽ പി ഓറഞ്ച് ആറുന്നുണ്ട്. ഞാനിപ്പോൾ അത് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിക്കുക. പി ഓറഞ്ച് ആറുന്നുണ്ട്. കാരണം ഇതാ പി ഓപ്പോസിറ്റ് പി ബ്ലൂ ആണെന്നൊക്കെ തന്നിട്ടുണ്ട്. അത് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല പി എൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് കേസായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. കാരണം എന്താണ്? പി എൻഡ് എന്നുള്ള പറയുമ്പോൾ എന്താണ്? ഒന്നെങ്കിൽ ഇവിടെ ആവാം അല്ലെങ്കിൽ അവിടെ ആവാം. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ പീൻ്റെ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പി എവിടെ വരുള്ളൂ? ഇവിടെ വരാൻ പറ്റുമോ? കാരണം ഇതിൻ്റെ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടല്ലേ. അതെന്തായാലും വരില്ല. അപ്പോൾ പി എവിടെ വരുള്ളൂ? പി ഇവിടെ വരുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നേ? പി എൻഡാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പീൻ്റെ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഒരാളുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പി എന്താണ്? റൈറ്റ് എൻഡിലേ വരുള്ളൂ. അപ്പോൾ പീൻ്റെ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഒരാളുണ്ട്. ഇവനായിരിക്കും. അയാളുടെ ഓപ്പോസിറ്റ് എ പർപ്പിൾ എന്നായിരിക്കും. എ ഇവിടെ ഉണ്ട്, പർപ്പിൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? എ പർപ്പിൾ. അതുമാത്രമല്ല പീൻ്റെ അടുത്തുള്ള എന്താണ്? ഓറഞ്ച് ആണെന്ന് തന്നിട്ടുണ്ട്. ഓറഞ്ച് പീൻ്റെ അടുത്ത് ഓറഞ്ചാണ്. അതിൻ്റെ അടുത്ത് ആരാണ്? ആറാന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് നമ്മൾ എഴുതി വന്നത്? എന്താണ്? വെട്ടിടുകയാണ്. ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ പീൻ്റെ പർപ്പിളാന്ന് തന്നിട്ടുണ്ട്. പിന്നെ പീൻ്റെ ഓപ്പോസിറ്റ് പിങ്ക് എസ് അല്ല എന്നുള്ളത് നമ്മളെന്താണ് എഴുതിയിട്ടില്ല. പിന്നെ എന്താണ്? സി പർപ്പിൾ. സീൻ്റെ ഇമ്മീഡിയറ്റ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ആണ് പർപ്പിൾ തന്നിട്ടുണ്ട്. ഇവിടെ പർപ്പിൾ ആണെങ്കിൽ അപ്പോൾ സി എവിടെയാണ് വരിക? സി ഇവിടെയാണ് വരിക. ഇപ്പോൾ സി ഇവിടെയാണെന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. സി റെഡ് അല്ല എന്നും കൂടി നോക്കണേ. സി റെഡ് അല്ല എന്ന് നമ്മൾ എഴുതണം. പിന്നെ എന്താണ്? പി ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റ് എസ് പിങ്ക് അല്ല എന്ന്. ഇവിടെ എന്താണ്? എസ് പിങ്ക് അല്ല എന്ന് നമുക്ക് എന്തായാലും ഉറപ്പായിട്ടുണ്ട്. കാരണം ഇവിടെ സി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മൾ പോട്ടെ. പിന്നെന്താണ്? ഇതും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഏതാണ്? അപ്പോൾ സീൻ്റെ സെക്കൻഡ് ടു ദ റൈറ്റ് പർപ്പിളാന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നോക്കുമ്പോൾ ഇവിടെ ഡിയും ഗ്രീനും റെഡും എൻഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡി എൻഡ് അല്ല എന്ന്. ഇവിടെ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഡി എവിടെ വരാൻ ചാൻസ് ഉള്ളൂ? ഡി ഇത് എവിടെ വരാൻ ചാൻസ് ഉള്ളൂ? എന്തുകൊണ്ടാണ്? ഇവിടെ വരികയാണെങ്കിൽ ഡി എൻഡായി പോവും. അപ്പോൾ അവിടെ എന്തായാലും ഡി വരില്ല എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ്? റെഡും ഗ്രീനും എൻഡ് അല്ല എന്ന്. റെഡ് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. റെഡ് ഇത് എവിടെ ആയിരിക്കില്ല. പിന്നെ എന്താണ്? ഒന്ന് റെഡ് ഇവിടെ വരാനും ചാൻസ് ഉണ്ട്. പിന്നെ റെഡ് ഇത് മേലെ എവിടെയെങ്കിലും ഇവിടെ വരാനും ചാൻസ് ഉണ്ട്. റെഡിന് എവിടെയൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ റെഡ് ഇവിടെയോ അല്ലെങ്കിൽ റെഡ് ഇവിടെയോ വരാൻ ചാൻസ് ഉള്ളത്. അതുമാത്രമല്ല ഗ്രീൻ എന്താണെന്ന് പറഞ്ഞാൽ ഗ്രീനും ഇവിടെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താണ്? ഗ്രീന് മേലത്തേൽ എന്തായാലും ഉണ്ട്. പക്ഷേ ഗ്രീൻ എന്താണെന്ന് പറഞ്ഞാൽ എൻഡിലല്ല. അപ്പോൾ എന്തായിരിക്കും? ഗ്രീൻ ഇതാ മേലെ എവിടെ വരാൻ ചാൻസ് ഉള്ളൂ? ഗ്രീൻ ഇവിടെയാണ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഗ്രീൻ ഇവിടെയാണ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് റെഡ് ഇവിടെ വരാൻ ചാൻസ് ഉള്ളതെന്ന്. അപ്പോൾ ഇവിടെ ഫില്ലായതിനെ കൊണ്ട് റെഡ് ഇതാ ഇവിടേക്കും വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ എന്തായി? ഇതും നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. റെഡിൻ്റെയും ഗ്രീനിൻ്റെയും കാര്യം നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ പറയുന്നത്? ബ്ലാക്കും ബ്ലൂവും ഒരു റോയിലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താക്കി എവിടെയാണ് വരാൻ ചാൻസ് ഉള്ളത്?
ബ്ലാക്ക് ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ അവിടെയാണ് വരാൻ ചാൻസ് ഉള്ളത്. ഇനി അങ്ങനെ ബാക്കിയുള്ളതും കൂടി ഫില്ല് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നേരത്തെ ഒന്ന് പറഞ്ഞത് നമ്മളൊന്ന് ക്രോസ് ചെയ്ത് പോയ കാര്യമാണ്. എന്താണ് എസ് എന്ന് പറഞ്ഞത് പിങ്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെവിടെയാണ് നമ്മൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റുക? ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയല്ലേ നമുക്ക് പിങ്ക് എന്നുള്ള ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ, എസ് പിങ്ക് എന്നുള്ളത്. എന്തുകൊണ്ടാണ്? PQRS എന്നുള്ളത് ഇവിടെ വരുള്ളൂ, അപ്പോൾ എസ് എന്നുള്ളത് ഇവിടെ പറ്റുള്ളൂ. എന്തായാലും എസ് ഇവിടെ ഇടുകയാണെങ്കിൽ പിങ്ക് കൂടെ വരണം. ഓൾറെഡി അവിടെ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതാ വരുള്ളൂ? Q ആണെന്ന് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് താഴോട്ട് നോക്കുകയാണെങ്കിൽ പി എന്തായാലും ബ്ലൂ അല്ല നമ്മളിതാ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. പി ഡസ് നോട്ട് ലൈക്ക് ബ്ലൂ കളർ എന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്തായാലും ബ്ലൂ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബ്ലാക്കും ബ്ലൂവും എന്താണ് താഴെ വരുള്ളൂ. അപ്പോൾ ബ്ലാക്കും ബ്ലൂവും താഴെയാണ് വരിക. അപ്പോൾ ഇവിടെ ഏതാ ബാക്കിയുള്ളത്? ABCDE അല്ലേ ബാക്കിയുള്ളത്. അപ്പോൾ എന്താണ് ബ്ലാക്കും ബ്ലൂവും താഴെയാണ് വരിക എന്ന് പറഞ്ഞത്. നമ്മൾ മിസ് ചെയ്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്. എസ് ലൈക്ക് പിങ്ക് കളർ ആൻഡ് ഡസ് നോട്ട് സിറ്റ് ഓപ്പോസിറ്റ് ബ്ലൂ എന്ന് പറഞ്ഞത്. എസ് പിങ്ക് ആണ്, അതിൻ്റെ ഓപ്പോസിറ്റ് എന്തല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്? ഓപ്പോസിറ്റ് ബ്ലൂ അല്ല എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എസിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ബ്ലൂ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബ്ലൂ എവിടെ വരിക? ബ്ലൂ ഇവിടെ വരിക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതാ വരിക? ബ്ലാക്കാണ് വരിക. ഇനി എന്താ ഇങ്ങനെ വന്ന് ബ്ലാക്കും ബ്ലൂ എന്താണ് സെയിം റോലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മേലെ എന്തായാലും എന്താണ് ഇവിടെ ബ്ലൂ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞതിനെ കൊണ്ട് എന്താണ് ബ്ലാക്കും ബ്ലൂവും താഴെ വരുള്ളൂ. അപ്പോൾ താഴെ വരികയാണെങ്കിൽ ഇവിടെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എസിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് ബ്ലൂ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പീൻ്റെ ഓപ്പോസിറ്റുകൾ ഇവിടെ ആയിരിക്കും ബ്ലൂ വരിക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബ്ലാക്ക് വരും. പിന്നെ ഇനി ഏതാ ഫില്ല് ചെയ്യാനുള്ളത്? പിങ്ക് ഗ്രീൻ ഓറഞ്ച്. ബാക്കിയുള്ള ഏതാണ്? പിങ്ക് ബ്ലൂ. പർപ്പിൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ബ്ലൂ ഉണ്ട്, പർപ്പിൾ, വൈറ്റ് മാത്രമേ ഫില്ല് ചെയ്യാനുള്ളൂ. അപ്പോൾ വൈറ്റ് എവിടെ വരിക? വൈറ്റ് പീൻ്റെ ആയിട്ടും വരും. അപ്പോൾ ഇതാണ് നമ്മളെന്താണ് പാരലൽ റോളിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഇതിൽ കൂടുതൽ നോർമൽ അല്ലാണ്ട് എന്താണ് ഒരു ആട്രിബ്യൂട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. ഏതാണ് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്നും കൂടെ നമ്മളെന്താണ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ലെങ്തി ആയത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്താണ് കുറച്ച് ഒരു അഡ്വാൻസ് ലെവലായിട്ട് ചോദിക്കുന്നതാണ്. പക്ഷേ മെയിൻസിലൊന്നും ചോദിക്കില്ല. ചിലപ്പോൾ ഈ സിംഗിൾ എക്സാം ഒക്കെ വരുന്നുണ്ടാവും. അപ്പോൾ UIAC അസിസ്റ്റൻറ്റ് അങ്ങനത്തെ ടൈപ്പ് എക്സാമിലൊക്കെ ചോദിക്കുന്നതാണ്. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. പക്ഷേ 5 മാർക്ക് സിമ്പിളായിട്ട് നമുക്ക് കിട്ടാവുന്നതാണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 മാർക്ക് നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ ഈ പാരലൽ റോസിൻ്റെ 3 ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക.